പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗ്ഗത്തിൽ ദൈവമിടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ മാധുര്യം, ദൈവസ്നേഹത്തിന്റെ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. നമ്മളിൽ ദൈവം ഇട്ടിരിക്കുന്ന വിത്ത്, സ്നേഹത്തിന്റെ, വിശുദ്ധിയുടെ, ഉയർച്ചയുടെ വിത്ത്, അത് അസാധാരണമായതാണ്. നമ്മൾ എത്രത്തോളം ദൈവവചനത്തിന്റെ ശക്തി തിരിച്ചറിയുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാം നമുക്ക് മറ്റ് പല നിലവാരത്തിലുള്ള ഹിന്റ്, നിർദ്ദേശങ്ങൾ നമുക്ക് തരുമ്പോൾ ആമേൻ, പക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് അർത്ഥവത്താക്കി തീർക്കുന്ന ഒന്നുണ്ട്, അത് കർത്താവിന്റെ വചനമാണ്. അതായത് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയും, നമ്മൾ വീണ്ടും ജനിക്കുക എങ്കിൽ മാത്രമേ, വീണ്ടും ജനിക്കുന്ന ഒരുവന് മാത്രമേ ദൈവരാജ്യത്തെ കാണാൻ കഴിയൂ. എന്നാൽ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറഞ്ഞു, ഒരുവൻ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുന്നു. അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആത്മാവിനാലും വെള്ളത്താലും ജനിക്കണം. അപ്പൊ അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പൊ ആത്മാവിൽ എങ്ങനെയാണ് ജനിക്കുക? ആത്മാവിൽ ജനിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അവൻ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് ആത്മാവിനെ ജനിക്കുക എന്ന് പറയുന്നത്. അതായത് അവൻ ജഡപ്രകാരമുള്ള എന്തോ ചില ഉദ്യമങ്ങൾ നിർവഹിക്കാനായിട്ട് ഈ ലോകത്ത് വിളിക്കപ്പെട്ടവനല്ല. അവൻ അതിനപ്പുറമായി അവന് ആത്മീകമായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അവനെ കൊണ്ടുവരുന്നത്. അതായത് ജഡപ്രകാരം നമുക്കറിയാം, നമ്മളൊരു മകനായിരിക്കാം, സഹോദരനായിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരിയായിരിക്കാം, മകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഈ ലോകപ്രകാരമുള്ള സ്ഥാനമാനങ്ങളോ പൊസിഷൻസോ ജോലിയോ ഒക്കെ കണ്ടെങ്കിൽ. പക്ഷെ അതിനെല്ലാം അതീതമായ, ഇതിനെല്ലാം അപ്പുറമായ ഒന്നുണ്ട്. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു? അത് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ സ്പിരിറ്റിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കണം. എന്നെ സ്പിരിച്വലി ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു പദവിക്ക് നിയോഗിച്ചെന്നെ വെച്ചിരിക്കുന്നത്, അത് തിരിച്ചറിയുന്നിടത്താണ് എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഹല്ലേലൂയ. ആ തിരിച്ചറിവിനെയാണ് ആത്മാവിൽ ജനിക്കുക എന്ന് പറയുന്നത്. ഞാൻ ജഡപ്രകാരം നോക്കിയാൽ ഞാൻ ഇന്ന വ്യക്തിയാണ്, പക്ഷെ ആത്മാവിൽ എന്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഈ പ്രപഞ്ചത്തിലെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഫീല് നമുക്ക് വരുന്നത്. പക്ഷെ അത് ജഡരക്തങ്ങളോട്, അതായത് വ്യക്തികളോട് നമുക്ക് പലപ്പോഴും പ്രയാസം നമ്മൾ സൂക്ഷിക്കും. ആ വ്യക്തി കാരണം, ഈ വ്യക്തി കാരണം, അല്ല, ആ വ്യക്തി ഈ വ്യക്തി ഒന്നുമല്ല കാരണം. ആ വ്യക്തിക്കോ ഈ വ്യക്തിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ ആ വ്യക്തി ഉപയോഗിക്കുന്ന സ്പിരിറ്റ്, വാഴ്ചകളും അധികാരങ്ങളും, ഈ പ്രപഞ്ചത്തിന്റെ അന്ധകാരത്തെ ലോകാധിപതിയും സ്വർഗത്തെ ദുഷ്ടാത്മസേനയും, ഇത് അവയോട് നമുക്ക് പോരാട്ടമുണ്ട്. എങ്ങനെയാണ് പോരാട്ടമുള്ളത്? പോരാട്ടം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക, നമ്മുടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടൊരു ഫൈറ്റ് അല്ല അവിടെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കണം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പൊ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചൊരു കാര്യം എന്താ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അവയ്ക്ക് ഒരു വിധത്തിലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം അവയുടെ മേൽ ജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. യേശു ജയം വരിച്ചു. അങ്ങനെ യേശു ജയിച്ചു, അതിനെ ജയിച്ചു. അതിനി നമ്മുടെ മേൽ വാഴാൻ അധികാരം, വാഴാൻ ഒരു അധികാരം. ഹല്ലേലൂയ. അപ്പൊ അതിനെ കീഴ്പ്പെടുത്തിയിരിക്കുക. അപ്പൊ നമുക്ക് ആകയാൽ സകലവും സമാപിച്ചിട്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ സാധിക്കണം. അവിടെ പറഞ്ഞ് എതിർത്ത് നിൽക്കുക. അവിടെ എതിർത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എതിർത്ത് നിൽക്കുന്നത്? അതായത് വിശ്വാസത്താലാണ് നാം എതിർത്ത് നിൽക്കുന്നത്. അതായത് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയുള്ളത് സകലതും യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചു. എന്റെ പാപത്തെ, ശാപത്തെ, രോഗത്തെ, ദാരിദ്ര്യത്തെ മുഴുവൻ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ എന്റെ കർത്താവ് ജയിച്ചു, തകർത്തു. അതിന് എന്റെ മേൽ ശാപം വാഴാനോ രോഗം വാഴാനോ ഒരു വിധത്തിലെ പരാജയമോ പ്രതികൂലങ്ങൾക്കോ എന്റെ മേൽ വാഴാൻ അധികാരമില്ല എന്നുള്ള തിരിച്ചറിവോ എന്റെ അകത്ത് കർത്താവിട്ടിരിക്കും. ആ വിശ്വാസമാണ് ശരിക്കും, അതാണ് ശരിക്കും പറഞ്ഞ് എതിർത്ത് നിൽക്കാൻ പറയുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും ആ എതിർത്ത് നിൽപ്പിനോട് ചേർന്ന് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് അത് സാധ്യമല്ല. നമുക്ക് ആത്മാവിനാൽ,
പ്രാർത്ഥന സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നത് ആത്മാവിനാലെ വിശ്വസിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ ലൈഫ് ഈസ് നീഡഡ്. ആത്മീയമായി നമ്മുടെ ജീവിതം പണിയപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ എങ്ങും എത്താൻ സാധിക്കും. അപ്പൊ സ്പിരിച്വൽ ലൈഫ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആചാരങ്ങളിലൂടെ ഒരു റിച്വൽ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകണം. പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും സ്പിരിച്വൽ ആകാനായിട്ട് ആചാരങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല. അപ്പൊ സ്പിരിച്വലി നമ്മൾ വളരണമെങ്കിൽ ആചാരങ്ങൾക്ക് അതീതമായി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ട ഒരു കാര്യം, ആചാരങ്ങൾക്ക് അതീതമായി, ആമേൻ, പ്രൈസ് ഗോഡ്, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അതീതമായിട്ട്, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവില്, ആമേൻ, ദൈവത്താൽ നടത്തപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ആത്മാവിൽ ഒരു വ്യക്തിക്ക് സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ മാത്രമേ ആ മേഖലയിൽ ജയിക്കാൻ സാധിക്കൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വചനത്തിൽ നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, ആത്മാവിൽ വളരുക, ആത്മാവിൽ വളരുക. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ് തൃത്വം എന്ന പദം. തൃത്വം എന്ന പദം ബൈബിളിൽ ഇല്ലെങ്കിലും എല്ലായിടത്തും ഈ പ്രസംഗിക്കുന്ന എല്ലായിടത്തും തൃത്വം എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെടുന്നൊരു പദമാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനല്ല. അതായത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ദൈവത്തിൽ നമുക്കൊരു എങ്ങനെ ഒരു സാദൃശ്യം, ഒരു രൂപം കൊടുക്കാൻ പറ്റും? എന്നിട്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. യേശുക്രിസ്തുവിനോട് മറഞ്ഞിരുന്ന ദൈവം വെളിപ്പെട്ടു. അപ്പൊ മറഞ്ഞിരുന്ന രൂപമില്ലാത്തവനായി ദാവീദ് ദൈവത്തിന് ആലയം പണിയാനായിട്ട് ശ്രമിച്ചപ്പോ ദൈവം ദാവീദിനോട് ചോദിച്ച ചോദ്യമാണ്, നീ പണിയുന്ന ആലയം ഏതു വിധം? സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദങ്ങൾ. അപ്പൊ നിനക്ക് എങ്ങനത്തെ ഒരു ആലയം പണിയാൻ പറ്റും? ഇമ്പോസിബിൾ, സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു ആലയം പണിയണമെങ്കിൽ നിന്നിൽ എന്തുണ്ടാകണം? ഈ ഒരു അറിവുണ്ടാകണം, ഞാൻ ആരാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെ നമുക്ക് രൂപത്തിൽ ഒതുക്കാൻ പറ്റില്ല. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊരു നാമത്തിൽ പോലും ആ ദൈവത്തെ ഒതുക്കാൻ സാധ്യമല്ല. അതെ, ഹല്ലേലൂയ. അപ്പൊ പിതാവായ ദൈവം ആത്മാവാണ്. അവനിൽ വസിച്ച ആത്മശക്തിയാണ് പിതാവായ ദൈവം. പുത്രനായ ദൈവവും അത് തന്നെയാണ്. യേശുവിൽ വസിച്ച ആത്മാവ്, അതാണ് ക്രിസ്തു. അതേ ആത്മാവാണ് നിങ്ങളിൽ എന്നിൽ വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തെ മൂന്നായിട്ട് കാണാതെ ദൈവത്തെ ഏകനായി കാണണം. നമുക്ക് ദൈവജനത്തിൽ വാക്യം ഏക ദൈവം എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തില് അതിന്റെ 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഏക സത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ അവിടെ പറയുന്നത് ഏക സത്യ ദൈവമായി നിന്നെയും, ഏക സത്യ ദൈവം ഏകനാണ്, സത്യമായ ദൈവം, അവനെ അറിയുന്നത് നിത്യജീവൻ എന്ന് അവിടെ പറയുന്നു. അപ്പൊ നമുക്കിവിടെ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേ ഉള്ളൂ, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അപ്പൊ ദൈവത്തെ കുറിച്ച് പറയുന്നത് ഏകദൈവം. അപ്പം only one God, ദൈവം ഏകനാണ്. അപ്പൊ ദൈവത്തെ എങ്ങനെ മൂന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അത് നമ്മൾ നാളുകളായി പഠിച്ചും കേട്ടും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് ത്രിയേക ദൈവം എന്നത്. എന്നാൽ ദൈവം ഒരുവനാണ്. വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം ഒരുവനാണ്. എന്നാൽ ദൈവത്തെ നമ്മളൊരു ഇമേജ് ആയിട്ട് കാണുമ്പോഴാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ വേർതിരിച്ച് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവത്തെ ആത്മാവായിട്ട് കാണുമ്പോൾ ഇത് മൂന്നുമില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നല്ല, ഏകനാണ്. കാരണം ഗോഡ് ഈസ് സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നത് ദൈവം ആത്മാവാണ്. ആ ദൈവം ആത്മാവാണെന്ന് അവിടെ പറയുമ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്ത് ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം അതിന്റെ 4-ാമത്തെ 8-ാം വാക്യം, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്. ദൈവം ഏകനേ ഉള്ളൂ, ദൈവം മൂന്നല്ല, ഏകൻ, വൺ, only begotten son, one, ഏകൻ, ഒറ്റ ദൈവം. അപ്പം ദൈവം ഒരുവനാണ്, ദൈവം ഏകനാണ്, ദൈവം ഒരുവനായി അവൻ ഇരിക്കെ ഒരുവനായ ദൈവം, ആ ദൈവത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്
ഹല്ലേലൂയ. ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ ഗലാത്യ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയും. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ് സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ അവിടെ വ്യക്തമായിട്ട് പറയുന്നു ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഈ ഗലാത്യ ലേഖനം 5-ാമത്തെ 22-ാം വാക്യത്തിൽ ആരംഭിക്കുമ്പോൾ ഫലങ്ങൾ എന്നല്ല, ഫലം, ആത്മാവിന്റെ ഫലം, സ്നേഹം. അപ്പൊ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ അടുക്ക വന്ന കൽപ്പനകളിൽ വലുതാണ് പ്രധാനപ്പെട്ടത്. ഒറ്റ കാര്യത്തിനകത്ത് രണ്ടും കർത്താവ്. ഒന്ന് പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവും കൂടെ സ്നേഹിക്കുക. രണ്ടാമത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. വേറെ കൽപ്പനകളൊന്നുമില്ല. അപ്പൊ അവിടെ ആ രണ്ട് കൽപ്പനകൾ പറയുമ്പോൾ അവിടെ അതിനെല്ലാം സ്നേഹം എന്ന ഒരൊറ്റ കാര്യത്തിനകത്ത് രണ്ട് കൽപ്പനകൾ ഒതുങ്ങി. സ്നേഹം, ലവ്. അപ്പൊ സ്നേഹം എന്നതിനകത്ത് രണ്ട് കൽപ്പനകൾ ഒതുക്കപ്പെട്ടപ്പോൾ ഇവിടെ ഗലാത്യ ലേഖനം 5-ാമത്തെ 22-ാം വാക്യത്തിൽ പറഞ്ഞ ആത്മാവിന്റെ ഫലമോ സ്നേഹം. അപ്പം ദൈവമാത്മാവാണ്. ആത്മാവിന്റെ ഫലം സ്നേഹം. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. അപ്പൊ ദൈവം സ്നേഹമാകുന്ന ദൈവം, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിനുള്ള വളരെ പ്രധാനപ്പെട്ട വഴിയാണ് ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ രൂപത്തിലും ഭാവത്തിലും ഒതുങ്ങാതെ നിങ്ങൾക്ക് വെളിപ്പെടുത്തരുന്ന സ്നേഹമില്ലേ? ദാറ്റ് ഈസ് ഗോഡ്. നിങ്ങളുടെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് ദൈവമുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് ഏറ്റവും അധികമായി പുറപ്പെടുന്ന ഒന്നാണ് സ്നേഹം. അപ്പം സ്നേഹത്തിനെതിരെ നിൽക്കുന്നത് വെറുപ്പ്, കയ്പ്, വിദ്വേഷം, ഇതാരുടെയാണ്? അത് പിശാചിന്റെയാണ്. അപ്പൊ ദൈവം സ്നേഹമാണ്. അപ്പൊ വെറുപ്പ് വിടുന്ന വരുന്ന പിശാചിന്റെ. അപ്പൊ ഗോഡ് ഈസ് ലവ്. ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവം നൽകിയ 10 കൽപ്പനകളെയും ഒറ്റ ഇതിനകത്ത് ഒതുക്കി സ്നേഹം. ആത്മാവിന്റെ ഫലങ്ങൾ 9 ഒറ്റ വാക്കിനകത്ത് ഒതുക്കി സ്നേഹം. അതുപോലെ തന്നെ 1 യോഹന്നാന്റെ ലേഖനത്തിന് 4-ാം അധ്യായത്തില് അതിന്റെ 9-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പൊ അവിടെ പറയുന്നത് യേശുവിന്റെ ക്രൂശിലെ ഗതശമന തോട്ടം മുതലുള്ള വേർപ്പ് രക്തക്കണങ്ങളായി വീണു എന്ന് ആരംഭിക്കുന്നത് മുതൽ അവന്റെ വിലാപിൽ കുത്തിയപ്പോ വെള്ളവും രക്തവും അവിടുന്ന് വാർന്നൊഴുകി അവനെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു, 3-ാം നാൾ പുനരുത്ഥാനം ചെയ്തു എന്ന് പറയുന്ന ഈ മുഴുവൻ കാര്യത്തെ ഒറ്റ വാക്കിൽ ഒതുക്കിയിരിക്കായിരുന്നു ഗോഡ്സ് ലവ്, ദൈവസ്നേഹം. അപ്പൊ യേശുവിന്റെ ക്രൂശ് എന്തിനെ കാണിക്കുന്നത്? ലവ് ഓഫ് ഗോഡ്. റിസറക്ഷൻ എന്തിനെ കാണിക്കുന്നത്? ലവ് ഓഫ് ഗോഡ്. അപ്പൊ ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത് ദൈവസ്നേഹം, ലവ് ഓഫ് ഗോഡ്. ആമേൻ. അപ്പോ ഇവിടെ എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ അവിടെ പറയുന്നത് ലോകത്തോട് വെളിപ്പെടുത്തിയ സ്നേഹമാണ് ക്രൂശ്. അപ്പോ എന്തിനു വേണ്ടിയാ? നിത്യജീവൻ പ്രാപിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ there is no other way, just find out God is love. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അവരെ പരീക്ഷിച്ചാണോ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നത്? അല്ല, സ്നേഹത്തിലൂടെയാണോ നിങ്ങൾക്ക് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? പരീക്ഷിച്ച് അവരുടെ പെർഫോമൻസ് അവരെങ്ങനെയുണ്ടെന്ന് നോക്കാം. അവർ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തവർക്ക് സമ്മാനം കൊടുക്കും? അല്ലല്ല, അവരോടുള്ള സ്നേഹമാണ് നിങ്ങളെ കൊണ്ട് അവർക്ക് വേണ്ടുന്നത് മുഴുവൻ ചെയ്യിക്കുന്നത്. അല്ലെ? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതിന്റെ മുഴുവൻ രഹസ്യം ലവ്. അതിന്റെ മുഴുവൻ ഫൗണ്ടേഷൻ ഈസ് ലവ്, ബേസിക് ഈസ് ലവ്.
അപ്പൊ ഇവിടെ പറയുകയാണ് തന്റെ പുത്രനെ തന്നതിലൂടെ സ്നേഹത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. മാനിഫെസ്റ്റ് ഹിസ് ലവ്. അവന്റെ സ്നേഹം വെളിപ്പെട്ടു. ആമേൻ. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടാണ് എന്ത്? ക്രൂശ്. അപ്പൊ ദൈവം സ്നേഹമാണ്. സ്നേഹം വെളിപ്പെട്ടത് ക്രിസ്തുവിൽ കൂടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും. അതായത് ക്രൂശ് എന്ന് പറയുന്നത് ഒരു മതപരമായ ചടങ്ങോ മതപരമായ ഓർമ്മ കുറിക്കുന്ന ഒരു കാര്യമല്ല. ക്രൂശ് എന്ന് പറയുന്നത് സകല മാനവജാതിയോടുമുള്ള സന്ദേശമാണ്. എന്താണെന്നറിയാമോ? ആദാം അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് മാനവജാതിയിൽ പ്രവേശിച്ച പാപത്തിന്റെയും മരണത്തിന്റെയും വില മുഴുവൻ യേശുക്രിസ്തുവിൽ ചുമത്തി. ആകയാൽ ക്രിസ്തുവിലേക്ക് നോക്കുന്ന നിങ്ങൾക്കൊരു ബോധ്യവും ബോൾനെസ്സും ഉണ്ട്. എന്താണെന്നറിയാമോ? ഒരിക്കലും നിങ്ങൾ തകർന്നു പോകത്തില്ല, ഒരിക്കലും നിങ്ങൾ നശിച്ചു പോകത്തില്ല എന്നുള്ള ബോധ്യം തരുന്നതാണ് ഹല്ലേലൂയ യേശുവിന്റെ ക്രൂശ് പുനരുത്ഥാനം. അത് ഏതോ ഒരു മതവിഭാഗക്കാർക്ക് വേണ്ടിയോ ഒരു സഭയിലുള്ള കൂട്ടർക്ക് വേണ്ടിയോ ഉള്ളത് മാത്രമല്ല, സകല മാനവജാതിയോടുമുള്ള സന്ദേശമാണ്. ആമേൻ. ക്രൂശിൽ വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇടപെടുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടല്ല? ആമേൻ. നിങ്ങൾ പെർഫെക്റ്റ് ആണ്, നിങ്ങൾ നല്ലവരാണെന്ന് തെളിയിച്ചത് കൊണ്ടല്ല. ആമേൻ. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിബന്ധനകളില്ലാതെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരോട് പറയുന്നത്. നിബന്ധനകളില്ലാതെ ദൈവം സ്നേഹിക്കും. ഹല്ലേലൂയ. നിബന്ധനകളില്ലാതെ ദൈവം നിങ്ങളെ സ്നേഹിക്കും. അതാണ് ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ കഴിയുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ദൈവം സ്നേഹമാണ്. ഇവിടെ 1 യോഹന്നാൻ ലേഖനം 4:8 പറയുന്നു, ഗോഡ് ഈസ് ലവ്. എന്നാൽ ഹല്ലേലൂയ അതിന്റെ 9ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. 10ാമത്തെ വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. റിയൽ ലവ്. വാട്ട് ഈസ് ദ റിയൽ ലവ്? നമ്മുടെ പാപത്തിനു വേണ്ടി യേശുക്രിസ്തുവിനെ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. റിയൽ ലവ്. എന്താണ് റിയൽ ലവ്? യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകിയതാണ് റിയൽ ലവ്. ആമേൻ. പ്രിയപ്പെട്ടവർ, അത് അപ്പം യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അതാണ് വചനത്തിൽ പറയുന്നത്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പൊ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. നിങ്ങൾ ഈ സ്നേഹം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. തൃത്വം എന്ന് പറയുന്ന വിഷയം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, എന്നിട്ട് വേറെ ചില കാര്യങ്ങളാണോ പറയുന്നത്? അല്ല, അതിലേക്ക് വരിക. അപ്പൊ ദൈവസ്നേഹമാണ്. യേശുക്രിസ്തുവിടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പൊ യേശുവിന്റെ മരണത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. യേശുവിനെ നമുക്ക് വേണ്ടി അയച്ചത് സാക്ഷാൽ സ്നേഹമാണ്. റിയൽ ലവ്, ദി പെർഫെക്റ്റ് ലവ്. അപ്പൊ പെർഫെക്റ്റ് ലവ് വിൽ കാസ്റ്റ് ഔട്ട് ഫിയർ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഒരു തികഞ്ഞ സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഭയമില്ലാതെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്നതല്ല എന്റെ ഭയം പുറത്താകാറുണ്ട്. കാരണം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതല്ല. എത്ര തെറ്റാത് അല്ലെ? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതുകൊണ്ടാകുന്ന ഭയം പുറത്താകുമല്ല. എന്റെ ഭയം പുറത്താകുന്ന എപ്പോഴാണെന്ന് അറിയുമോ? എന്നെ ഒരു വ്യക്തി ജീവനത്തിലും സ്നേഹിക്കുന്നത് തിരിച്ചറിയാം. ആ വ്യക്തി ശക്തനാണെന്നിരിക്കട്ടെ, അധികാരമുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ, സമ്പന്നനാണെന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നിരിക്കട്ടെ, ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് എന്റെ അകത്തെ ഭയത്തെ പുറത്താക്കും. എന്റെ ഉള്ളിൽ ഭയമില്ല. പിന്നെ എങ്ങനെയാ ഭയം വരുന്നത്? കാരണം എന്റെ ഉള്ളിൽ വാഴുന്നത് തികഞ്ഞ സ്നേഹമാണ്. ഏതാ? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന യഥാർത്ഥമായ ആഴമേറിയ ബോധ്യം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പണിതു വളർത്തേണ്ട, നിങ്ങളെ പണിതെടുക്കുന്ന ഒരു റെവലേഷൻ. അതെന്താണെന്നറിയാമോ? God loves you. Without any condition, God loves me. God loves me. ദൈവം എന്നെ സ്നേഹിക്കും. ആ ബോധ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. ഒരിക്കലും ഹല്ലേലൂയ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ചലഞ്ചുകൾ പോലെ തോന്നിയേക്കാം. നോ വേ. ആ ചലഞ്ചിന് നിങ്ങളുടെ മേൽ പവർ ഇല്ല. ചുറ്റുപാടുകൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അഭിഷേകം അസാധാരണമായി വെളിപ്പെടും. ബിക്കോസ് യുവർ കോളിംഗ് ഈസ് ഹയർ. യുവർ കോളിംഗ് ഈസ് ഹയർ ദാൻ യുവർ ചാലഞ്ച്. നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി നിങ്ങളുടെ വെല്ലുവിളികളെക്കാൾ വലുതാണ്. അപ്പോൾ ഇവിടെ ദൈവം സ്നേഹമാകുന്നു. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹം. ഇപ്പൊ നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം
ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആമേൻ. റോമാലേഖനം 5-ാം വാക്യം. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇപ്പോഴ് ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെട്ടു. ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അകത്ത് ദൈവത്തിന്റെ സ്നേഹം പകർന്നിരിക്കുന്നു. അതായത് ദൈവമാത്മാവാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുക്രിസ്തുവിൽ അതേ ആത്മാവാണ് യേശുക്രിസ്തുവിൽ വസിച്ചത്. അതേ ആത്മാവാണ് നിങ്ങളിൽ പിന്നിൽ വസിക്കുന്നത്. ദൈവം സത്യമാണ്, യേശു സത്യമാണ്, പരിശുദ്ധാത്മാവ് സത്യമാണ്. ആ സത്യമാണ്, ആ സത്യത്തിലാണ് നാം ആത്മാവിൽ നടത്തപ്പെടുന്നത്. ഇവിടെ പറയുന്നത് ദൈവം സ്നേഹമാണ്. യേശുവിലൂടെയാണ് സ്നേഹം വെളിപ്പെട്ടത്. പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നു. അതായത് പിതാവായ ദൈവം സ്നേഹമാണ്. അതായത് ലോകത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിലാണ്. ആ പിതാവായ ദൈവത്തിലെ സ്നേഹം പുത്രനിൽ വസിച്ചു. പുത്രനിൽ ആത്മാവിന്റെ ശക്തി. അതുകൊണ്ടാണ് യേശു സ്നേഹമുള്ളവനായിട്ടാണ് ജീവിച്ചത്. കാരണം യേശുവിൽ ആത്മാവുണ്ടായിരുന്നു. നിത്യാത്മാവിനെ തന്നെ ക്രൂശിലേൽപ്പിച്ചു. സ്നേഹമാകുന്ന ദൈവം യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയിട്ട് എന്തു പറഞ്ഞു? നിങ്ങളുടെ പാപവും കുറവിനെയും കണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഗോഡ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ആഴമായി സ്നേഹിക്കുന്നു, അതിരില്ലാതെ സ്നേഹിക്കുന്നു, പരിമിതികളില്ലാതെ സ്നേഹിക്കുന്നു. ഈ ബോധ്യം അകത്തേക്ക് തന്നു. ഈ ബോധ്യം എന്റെ അകത്തേക്ക് ഇട്ടിട്ട്, ഹല്ലേലൂയ, ഈ ബോധ്യം എന്റെ ഉള്ളിലേക്ക് തന്നിട്ട്, ഈ അറിവെന്റെ ഉള്ളിലേക്ക് തന്നിട്ട്, ഹല്ലേലൂയ, ആമേൻ ആമേൻ, എന്നെ സകല സത്യത്തിലും വഴി നടത്തുന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം. ആമേൻ. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ഈസ് ഡൂയിങ് ദാറ്റ് ജോബ്, ഗ്രേറ്റ് ജോബ്. ഹല്ലേലൂയ. അപ്പോ ആമേൻ, പിതാവായ ദൈവം സ്നേഹമാണ്. യേശുവിലൂടെയാണ് സ്നേഹം വെളിപ്പെട്ടത്. പരിശുദ്ധാത്മാവിലൂടെയാണ് ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു എന്നത് എന്താണെന്നറിയാമോ? ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് പകർന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, പിതാവായ ദൈവത്തെ വേറെയും പുത്രനായ ദൈവത്തെ വേറെയും പരിശുദ്ധാത്മാവിനെ വേറെ മൂന്ന് ആയി കാണരുത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനിൽ കൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയിട്ട് പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ വസിക്കുന്നു. അതാണ് തൃത്വം. ഹല്ലേലൂയ. ഇപ്പോൾ ത്രിയേക ദൈവം എന്നല്ല, ദൈവം സ്നേഹമാണ്, പിതാവ് സ്നേഹമാണ്, പുത്രൻ സ്നേഹമാണ്, പരിശുദ്ധാത്മാവ് സ്നേഹം. ഹല്ലേലൂയ. പിതാവ് സ്നേഹമായിരുന്നു. ആർക്കും കാണാൻ കഴിയാതെ വണ്ണമുള്ള സ്നേഹം, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത സ്നേഹമായിരുന്നു പിതാവ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത സ്നേഹമായിരുന്നവൻ വെളിപ്പെട്ടു. എന്നാൽ ആത്മാവിലൂടെ എന്ത് സംഭവിച്ചു? ആ വെളിപ്പെട്ട സ്നേഹം എന്റെ ഉള്ളിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത പശ്ചാത്തലവും സാഹചര്യവും എന്തുമാകട്ടെ, നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നെങ്കിലും, എത്രത്തോളം വെല്ലുവിളികൾ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും, നിങ്ങൾ ഈ കാര്യം തിരിച്ചറിയണം. ഗോഡ് ലവ്സ് യു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. തൃത്വത്തെ കുറിച്ച് അറിയാനായിട്ട് വേറൊന്നും നിങ്ങൾ അറിയണ്ട. ഗോഡ് ലവ്സ് യു. പിതാവായ ദൈവം സ്നേഹമാണ്. സ്നേഹമാകുന്ന ആ ദൈവത്തിന്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെ കൂടെ വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവിലൂടെ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ദൈവം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. യെസ്, ആ ആത്മാവ് എന്നിൽ വസിച്ചിട്ട് എനിക്ക് തരുന്ന ഏറ്റവും വലിയ റെവലേഷൻ ആണ് ഗോഡ് ലവ്സ് മീ. ഗോഡ് ലവ്സ് മീ. ദൈവം എന്നെ സ്നേഹിക്കും. പ്രൈസ് ഗോഡ്. ഈ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വേവർ ചെയ്യുന്നവരായിരിക്കും. നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് ആളുകൾ പറയാറുണ്ട്, അല്ലെ? ഒരു കുന്നിന് ഒരു കുഴിയുണ്ട്, ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് ജീവിതം എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ട, എന്നാൽ വചനത്തിൽ അങ്ങനെയല്ല പറയുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്ന എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം ഉയർച്ച തന്നെ പ്രാപിക്കും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഉയർച്ച താഴ്ചകളുടെ ആളായിരുന്നിരിക്കാം. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സാഹചര്യങ്ങളനുസരിച്ച് ചലിക്കുന്നതായിരുന്നിരിക്കാം. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, അല്ലല്ല, ഒരിക്കലുമല്ല. യു ആർ ഇൻ ക്രൈസ്റ്റ്. യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് ഈസ് ഇൻ യു. സോ ആമേൻ, അത് പറയണം. അത് നിങ്ങളുടെ അകത്ത് വിശ്വസിക്കുക. അത് നിങ്ങളുടെ അകത്ത് തിരിച്ചറിയണം. ത്രൂ ദാറ്റ് ലവ്, ആമേൻ, ഹല്ലേലൂയ, ത്രിയേക ദൈവം നിങ്ങളിൽ വസിക്കുക. നിങ്ങളുടെ അവസ്ഥകൾ പഴയതുപോലെ ആയിരിക്കത്തില്ല.
ആമേൻ. ദൈവം ഏകനായ ദൈവം, സ്നേഹമാകുന്ന ദൈവം യേശുവിൽ കൂടെ അത് വെളിപ്പെടുത്തി. അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത പാത്രമാണ്, അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തതാണ് പുത്രത്വം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തതാണ് നമ്മളിലേക്ക് ആത്മാവിനെ പകരാനായിട്ട്, നമ്മളിലേക്ക് സ്നേഹം പകരാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തതാണ് ആത്മാവെന്ന പദവി. അതായത് പ്രിയപ്പെട്ട ഒരു പിതാവായി ദൈവം തന്നെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി നമ്മുടെ കൂടിയിരിക്കുന്നത്. ആ സ്നേഹം നമ്മുടെ അകത്തുണ്ടെന്നുള്ള ബോധ്യത്തോടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശകളും ഒന്നും നിങ്ങളുടെ ഭാരവും പ്രയാസവും നിരാശയായിട്ടൊന്നും കാണാതെ നിങ്ങളുടെ അകത്തൊന്ന് ബിൽഡ് ചെയ്ത്, നിങ്ങളുടെ അകത്തുള്ള വ്യക്തിത്വം ബിൽഡ് ചെയ്ത്, എന്നിട്ടൊന്ന് ചിന്തിച്ചേ, ഇല്ല ഞാൻ തകരത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. ഐ ഹാവ് എ ഗ്രേറ്റർ കോളിംഗ് ദാൻ എവർ. എനിക്ക് ഒരിക്കലും ഇല്ലാത്ത ഒരു അസാധാരണ വിളി എൻ്റെ മേൽ കിടപ്പുണ്ട്. ഇതുവരെ ചരിത്രത്തിൽ ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി എന്നിൽ കൂടെ വെളിപ്പെടും. ദാറ്റ് ഈസ് മൈ കോളിംഗ്. അത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ മാറും. ഇന്ന് ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഒരു ബോധ്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ രോഗത്തെക്കുറിച്ചോ സാമ്പത്തിക വിഷയത്തെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെയോ നിങ്ങളെ തകർത്ത് കളയാതെ പകരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തി ബിൽഡപ്പ് ചെയ്ത് അത് എഴുന്നേറ്റ് വരട്ടെ. എന്താ എഴുന്നേറ്റ് വരണ്ടെന്ന് അറിയാമോ? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ, ലോകത്തിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ വലിയവൻ. യെസ്, ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വാഴട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, സ്നേഹമാകുന്ന ദൈവം പുത്രനിലൂടെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയും ആത്മാവിലൂടെ ഞങ്ങളിലേക്ക് അത് പകർന്നു തരികയും ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അതെ ആ ദൈവത്തിന്റെ, ആ ത്രിയേക ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞു. അത് ശരിക്കും ആ ഏകനായ ദൈവത്തെ, സത്യ ദൈവമാകുന്നവനെ തിരിച്ചറിഞ്ഞു. അതെ, അവന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. 3 ദൈവമെന്നല്ല, ഏകനാണ് ദൈവമെന്ന ബോധ്യത്തിൽ നിൽപ്പാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ആ ദൈവത്തിന്റെ തിരിച്ചറിവിൽ, ആ സ്നേഹം എൻ്റെ അകത്ത് പകർന്നിരിക്കാൻ ഒരു ദോഷം, ഒരു തിന്മയും, ഒരു ദ്രോഹവും, ഒരു ആപത്തും, ഒരു പ്രതികൂലം എന്നെ തൊട്ടത്തില്ല എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ അങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സുകൊണ്ട് തളർന്ന് നിരാശപ്പെട്ടിരിക്കുന്നവർ, ആത്മമേഖലയിൽ സംഘർഷം അനുഭവിക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ അവരുടെ അനുഗ്രഹത്തിൽ ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം യേശുവിന്റെ നാമത്തിൽ, പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ വെളിപ്പെട്ട ദൈവത്വം യേശുവിന്റെ നാമത്തിൽ, വാഴ്ചകളും അധികാരങ്ങളും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ, സാഹചര്യങ്ങൾ മാറട്ടെ, സ്ഥിതി മാറട്ടെ, അവർ അനുഗ്രഹമായി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുവാകട്ടെ, ഗോഡ് ലവ്സ് യു അൺകണ്ടീഷണൽ ആയിട്ട്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് മനസ്സിലാക്കാതെ ഒരു കാര്യം മനസ്സിലാക്കുക, പിതാവായ ദൈവം സ്നേഹമാണ്. ആ സ്നേഹം വെളിപ്പെട്ട യേശുവിൽ കൂടെയാണ്. ആ സ്നേഹം എന്നിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ആ ബോധ്യത്തിൽ വാഴുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് സൗജന്യമായ പുസ്തകം ലഭിക്കും. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അത് അനുഗ്രഹമായിരിക്കും. തുടർന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.